മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ചക്ക വരട്ടിയതാണ്. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണ്. ഒരുപാട് ബുദ്ധിമുട്ടണം, പക്ഷേ ഈ വരട്ടിയെടുക്കണമെങ്കിൽ എല്ലാവർക്കും സമയമുണ്ടെങ്കിലും അതുപോലെ തന്നെ ചക്കയൊക്കെ നന്നായിട്ട് കിട്ടുകയാണെങ്കിൽ വരട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ വരിക്ക ചക്കയാണ് എടുത്തിരിക്കുന്നത്. കൂഴച്ചക്കയല്ല, ഇതുപോലെ നല്ല ഫ്രഷായിട്ടുള്ള ചക്ക. കുരുവൊക്കെ നീക്കി അത് നന്നായിട്ട് അരിഞ്ഞ് ഞാൻ പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചക്ക മുഴുവനായിട്ടും അരിഞ്ഞ് വേവിച്ചെടുത്തതാണത്. ഇതിനി നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ നമ്മളിത് അടുക്കി പിടിച്ച് പോവും, കരിഞ്ഞു പോവും. നല്ല പഴുത്ത ചക്ക ഇതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ആ വെള്ളത്തോട് കൂടിയിട്ടാണ് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കേണ്ടത്. വലിയ ജാറിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. നന്നായിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ പീസുകളൊന്നും ഇല്ലാതെ അരച്ചെടുക്കുകയാണ് വരട്ടിയെടുക്കാൻ സൗകര്യം ഉണ്ടാവുക. ഇതുപോലെ അരച്ചെടുത്തു. ഇനി ഇത് ഓട്ടുരുളിയിലാണ് ഞാൻ വരട്ടിയെടുക്കുന്നത്. ഇങ്ങനെ ഓരോ പ്രാവശ്യവും അരച്ച് ഉരുളിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം മൊത്തം അത് നമുക്ക് അരച്ചെടുക്കാം. ഒരു 4-5 പ്രാവശ്യം ആയിട്ടൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. കാരണം കുറച്ചായിട്ടാണ് അരച്ചെടുത്തത്. അതേ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. നമുക്ക് ഇതുപോലെ ഉരുളിയിൽ, ഞാൻ എടുത്ത ഉരുളിയിൽ നിറയെ ഉണ്ട്. പക്ഷേ ഇത് നിറയെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് കുറഞ്ഞു വരും നമുക്ക് വരട്ടിയെടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഇനി അത് ഗ്യാസിൽ നല്ല ചൂടിൽ തന്നെ വെച്ചിട്ട് വേണം വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് സമയമെടുക്കും നമുക്ക് ഈ വെള്ളമൊക്കെ വറ്റി നന്നായി ഇത് ഒരു പന്ത് പോലെ ആക്കിയെടുക്കണം. ഗ്യാസിൽ വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഒരു അരമണിക്കൂറോളം ഞാൻ ഇളക്കിയതിന് ശേഷമാണ് ഇത് ഇത്ര ആയിട്ടുള്ളത്. അപ്പം നന്നായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. അപ്പം നിറച്ചുണ്ടായിരുന്നത് കണ്ടില്ലേ, ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. കുറഞ്ഞു വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് ഇളക്കണതിനനുസരിച്ചിട്ട് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഉരുളി ആയതുകൊണ്ട് അടിയിലൊന്നും അത്ര പെട്ടെന്ന് പിടിക്കില്ല. ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് 4 പുറവും ഇത് പൊട്ടിയിട്ട് ഇങ്ങനെ തെറിക്കും. നന്നായിട്ട് ഇതിൽ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ 4 പുറവും ഇതുപോലെ തിളച്ച് തൂവി പോവും. തിളച്ചിട്ടല്ല, പൊട്ടിയിട്ട് പോവും. പുറത്തേക്ക് പോകുന്നത് നമ്മൾ ഇളക്കണ സമയത്തല്ല, ഇത് തിളയ്ക്കുന്ന സമയത്താണ് ഇത് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ആയ ശേഷമാണ് അപ്പോൾ ഇതുപോലെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഉരുളിയുടെ പകുതി ആയിട്ടുണ്ട്. ഞാനിത് തിളച്ച് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അടപ്പിൽ വന്നതൊക്കെ നമുക്കൊരു പ്ലാവിലയോ ഇതുപോലെ നൈസ് ഇല എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ഇനി ഇതുപോലെ ഒരു 1/4 ഭാഗം ആയ ശേഷം ഞാൻ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 6-7 അച്ച് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ചക്കയുടെ മധുരത്തിനനുസരിച്ചിട്ടാണ്. ഞാനെടുത്ത ചക്ക നല്ല മധുരമുള്ള ചക്കയാണ്, എന്നാലും ഞാനൊരു 6 അച്ചോളം ചേർത്ത് കൊടുത്തു. നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. ശർക്കര ചേർത്തപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നത് കണ്ടില്ലേ. ഇതുപോലെയാണ് ഇനി ഇതായിട്ട് വരിക. ശർക്കര ചേർത്ത് ഇളക്കിയ ശേഷം വല്ലാതെ നമുക്കിത് പൊട്ടിത്തെറിക്കില്ല. ആ വെള്ളം വറ്റുന്ന സമയത്താണ് നമ്മുടെ കയ്യിലേക്കൊക്കെ ആവണ മാതിരി പൊട്ടിത്തെറിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും ഇത് അടിയിൽ പിടിക്കില്ല. നമുക്ക് നെയ്യും കൂടിയും ചേർക്കുമ്പോൾ ഒന്നും കൂടി ഇത് ലൂസായിട്ട് കിട്ടും. നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണത്. പക്ഷേ ഒരുവിധ ആൾക്കാരൊന്നും ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടില്ല. കാരണം മണിക്കൂർ കണക്കിൽ വേണം നമുക്കിത് പാകം ചെയ്തെടുക്കാൻ. ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും അതുപോലെ ഈ ചക്കയുടെ വെള്ളവും എല്ലാം വറ്റി വേണം നമുക്കിത് ഡ്രൈ ആയിട്ട് വേണം ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. 2-3 പ്രാവശ്യമൊക്കെ ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റൗവിൻ്റെ 4 പുറം പോവാതിരിക്കാൻ വേണ്ടിയിട്ട്.
ഇങ്ങനെ ഇളക്കിയിട്ട് ഇതുപോലെ നമുക്കിത് കട്ടിയായിട്ട് വരും. നമ്മുടെ ഉരുളിയുടെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് ആ സമയത്ത് തന്നെ വിട്ട് കിട്ടും. ഇതുപോലെ നമുക്ക് പണ്ടൊക്കെ വീട്ടിൽ നിറയെ ആളുള്ള സമയത്ത് ചക്ക പറിക്കാനും അതുപോലെ തന്നെ കുരുവൊക്കെ നീക്കം ചെയ്തിട്ട് കഷ്ണം വെട്ടിയെടുക്കാനും എല്ലാം ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഒറ്റയ്ക്കും അതുപോലെ 2 പേരൊക്കെ ആവുന്ന സമയത്ത് ആരും ഈ ചക്ക വരട്ടാൻ വേണ്ടിയിട്ട് മെനക്കെടില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഇത് നമുക്ക് വരട്ടിയെടുക്കാൻ. പക്ഷേ ഇത് വരട്ടി വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്കൊരു വർഷം മുഴുവൻ ഇരിക്കും. ചക്ക ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ചക്കയുടെ പായസമോ അതുപോലെ തന്നെ അടയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ ചക്ക വരട്ടിയത് ഇപ്പോൾ ഏകദേശം റെഡിയായിട്ട് വരുന്നുണ്ട്. ഒരു 3/4 ഭാഗത്തിലധികം അതിലെ വെള്ളമൊക്കെ വറ്റി നമുക്ക് കുറഞ്ഞു വന്നുകൊണ്ടില്ല. ഇപ്പോൾ ഇതിന് 1/4 ഭാഗം നമ്മൾ എടുത്ത ഉരുളിയുടെ 1/4 ഭാഗത്തോളേ ഉള്ളൂ. നമ്മൾ വലിയൊരു ചക്കയാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് വരട്ടിയത് ഏകദേശം 2 കിലോൻ്റെ അടുത്ത് കിട്ടി. ഞാൻ പാത്രത്തിലാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ കട്ടി ആയി വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഇനി ഈ നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ നല്ലതുപോലെ ഇളക്കിയെടുക്കേണ്ടതുണ്ട്. വീണ്ടും ഇത് ഒരു 10-15 മിനിറ്റ് ഇളക്കി കൊടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ എപ്പോഴും വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഇതിലത്തെ വെള്ളവും ഒക്കെ പെട്ടെന്ന് വറ്റി കിട്ടും. കാരണം ഇത് വേവേണ്ട ആവശ്യമില്ല. നമ്മളിത് നല്ലതുപോലെ കുക്കറിൽ വേവിച്ചിട്ടാണ് അരച്ചെടുത്തത്. പിന്നീട് ഈ വെള്ളം വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ജോലി. ഏകദേശം നമ്മുടെ ചക്ക വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ആക്കി വയ്ക്കാം. ഇതിനി നന്നായി തണുക്കുന്നതിനനുസരിച്ചിട്ട് കട്ടിയായിട്ട് വരും. ഇത്ര മതി. നമ്മളെ ചക്ക വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടിയും ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം. ഇനി ഞാൻ ഒരു ദിവസം മുഴുവനായിട്ടും ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഏകദേശം ഒരു 1/4 ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇത് ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെക്കണം. അതിൻ്റെ ശേഷമാണ് നമ്മൾ വീണ്ടും ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം എനിക്ക് ഈ ചക്ക വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂറിലധികം വേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂടി വെക്കണം. ഞാനൊരു ഇല വെച്ചിട്ടാണ് ഇത് മൂടിയത്. ഒരു ഇല കൊണ്ട് മൂടി അതിൻ്റെ ശേഷം ഇതിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ മൂടി ഒരു ദിവസം മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നന്നായിട്ട് തണുത്താലാണ് നമ്മളിത് ബോട്ടിലാക്കി വെക്കാൻ പറ്റുള്ളൂ. ചൂടോടെ ഒരു സമയത്ത് ഇത് ചൂടോടെ ആക്കി വെക്കരുത്. നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ ഒറ്റ ദിവസം ഫുള്ള് ഇത് ഒരു രാത്രി മുഴുവനും ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് അത് എടുത്ത് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കണ്ടോ, നമ്മൾ വിരകി വെച്ചതിനേക്കാളും കൂടുതൽ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. വരട്ടിന സമയത്ത് നമ്മൾ ഈ വെള്ളം മൊത്തം വറ്റി കിട്ടണം. ഇതുപോലത്തെ ഒരു ബോട്ടിലേക്കാണ് ഞാനിത് ആക്കി വെക്കുന്നത്. ബോട്ടിലിൻ്റെ ഉൾഭാഗം നന്നായിട്ട് നമുക്ക് ആ വെള്ളമയമൊക്കെ തുടച്ച് കളയണം. പിന്നീട് ആ ബോട്ടിലിൻ്റെ ഉള്ളിൽ അടിയിലായിട്ട് ഒരു 1/4 ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഈ നെയ്യ് ഒരുപാട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഏകദേശം ഞാനൊരു 100-150 മില്ലിഗ്രാം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നെയ്യ് പുരട്ടി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്കിത് കേടാകാതെ ഇരിക്കും. അടിയിൽ നെയ്യ് പുരട്ടിയ ശേഷമാണ് ഞാൻ ചക്ക വരട്ടിയത് ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ല 2 കിലോയുടെ ബോട്ടിലിൽ ഫുള്ളായിട്ട് എനിക്കിത് കിട്ടി. നല്ല ടേസ്റ്റാണ് ഇതിന്. മധുരവും നെയ്യിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം ഉണ്ടാവും. വെറുതെ കഴിക്കാനാണെങ്കിലും ഇത് നല്ലതാണ്. ഇവിടെ കുട്ടികളൊക്കെ വെറുതെ എടുത്ത് കഴിക്കുകയാണ് കൂടുതൽ. അവർക്ക് പായസവും അതുപോലെ അടയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടം വെറുതെ എടുത്ത് സ്പൂണിൽ വെറുതെ എടുത്ത് കഴിക്കുകയാണ് ചെയ്യുക.
ഇനി ഞാൻ ചെയ്യണത് ഇത് മുകൾ ഭാഗം നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഇല കഷ്ണം വെച്ചിട്ടാണ് ഇത് അടച്ചു കൊടുക്കുന്നത്. അതിൻ്റെ 4 പുറവും പോയിട്ടുള്ള വക്കത്തൊക്കെ ആയിട്ടുള്ള ചക്ക വരട്ടിയത് നമുക്ക് നന്നായിട്ടൊരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് മാറ്റണം. ഇതുപോലെ ചെയ്ത ശേഷം ഇല വെച്ച് കൊടുക്കാം. ഈ അടപ്പിൻ്റെ ഷേപ്പിന് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലും കുറച്ച് നല്ല ഭാഗത്ത്, ഇലയുടെ നല്ല ഭാഗത്ത് കുറച്ചും കൂടി നെയ്യ് തടവി കൊടുക്കാം. അതിന് ശേഷം കൈ കൊണ്ട് തന്നെ നമുക്കതൊന്ന് പരത്തി കൊടുക്കാം. ഇനി മുകളിലായിട്ട് നമുക്കത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കവറായിട്ട് നിൽക്കണം. കൈ കൊണ്ട് ചെറുതായിട്ട് അത് അകത്തേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മൂടി വെച്ചിട്ട് അടയ്ക്കാം. കുറച്ച് സമയം എടുത്താലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടിയത് തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.